എത്രമാത്രം നീ അപരനു വേണ്ടി സഹിക്കുന്നുവോ അത്രയും അധികം സമാധാനവും നന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പടയാളികൾ യേശുവിൻ്റെ തിരുത്തോളിലേക്ക് ഭാരമേറിയ കുരിശ് വച്ച് നീട്ടിയപ്പോൾ അവിടുന്ന് അതിനെ സ്നേഹിച്ചു ചുംബനം ചെയ്ത് വിജയശ്രീലാളിതനാകാൻ ഒരു യോദ്ധാവിനെ പോലെ കുരിശും വഹിച്ചുകൊണ്ട് യാത്രയായത്. ആ യാത്രയിൽ ഒരു തിരിഞ്ഞുനോട്ടമോ ഒരു പരിഭവമോ പരാതിയോ ഒന്നും തന്നെ യേശുവിന് ഉണ്ടായിരുന്നില്ല. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളാവുന്ന കുരിശുകൾ ഓരോന്നോരോന്നായി ഉണ്ടാവുമ്പോൾ ഒരു പരിഭവമോ പരാതിയോ തിരിഞ്ഞുനോട്ടമോ ഒന്നും ഇല്ലാതെ ആ കുരിശും വഹിച്ചുകൊണ്ട് ഒരു യോദ്ധാവിനെ പോലെ നമുക്കും യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം. തളരരുത്, അവൻ കൂടെ ഉണ്ടെന്നേ.